എടാ മോനെ, അപ്പൊ നമ്മളെ ഡേ 6 നമ്മൾ മൂവ് ചെയ്യാണ്. ഇതുവരെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോനെ, നിങ്ങൾ ലാംഗ്വേജിന്റെ ഒരു ലാംഗ്വേജ് ലേണിംഗിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയായി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ എന്തിനാണ് ഈ ഗ്രാമർ അല്ലെങ്കിൽ ടെൻസസ് ഒക്കെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഗ്രാമറിൽ കുറേ കാര്യങ്ങളൊന്നും കവർ ചെയ്യില്ല. നമ്മൾ ഗ്രാമറിൽ ആകെ കവർ ചെയ്യാൻ പോകുന്നത് ഈ 7 ടെൻസസ് ആണ്. ആൻഡ് ഈ 7 ടെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ലാംഗ്വേജിന്റെ ഒരു 7 ഗോൾഡൻ റൂൾ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയും ടെൻസസ് ഒന്നും പഠിക്കേണ്ട, സിമ്പിളായിട്ട് പഠിക്കാന്നൊക്കെ പറഞ്ഞ് കുറേ വേർഡ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. പക്ഷെ ആ സാധനങ്ങൾ നിങ്ങൾക്ക് ചില സിനാരിയോയിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വരുന്ന ഏതൊരു സിറ്റുവേഷൻസും നിങ്ങളുടെ ഓൺ സെൻറ്റൻസ് വെച്ച് നിങ്ങൾക്ക് പറയേണ്ട കറക്റ്റ് കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 7 ടെൻസസ് എന്തായാലും പഠിച്ചിരിക്കണം. സോ വിതൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പ്രാക്ടീസ് ഷീറ്റ്. അപ്പോൾ അത് സൂൺ ഓപ്പൺ ചെയ്യും. നമ്മളെ ലാംഗ്വേജിൽ മൊത്തം പഠിക്കാനായിട്ട് നമ്മൾ ഇത്ര കാര്യങ്ങളാണ് ആകെ കവർ ചെയ്യുന്നുള്ളൂ. അതിലെ 7 ഗോൾഡൻ റൂൾസ് ആണ് നമ്മളുടെ ഈ 7 ടെൻസസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ ഓൺ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. നമ്മൾ ഈ ഒരു 4 ടെൻസും അത് കഴിഞ്ഞിട്ട് പാസ്റ്റിൽ നിന്ന് ഒരു 2 ടെൻസും ഫ്യൂച്ചറിൽ നിന്ന് ഒരു ടെൻസുമാണ് കവർ ചെയ്യാം. ഇതെന്താണെന്നോ ആലോചിച്ച് ഇപ്പം നിങ്ങൾ തലമുണ്ടാക്കണ്ട. ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യാന്നൊക്കെ 21 ഡേയ്സ് നിങ്ങൾ ഇത് രാവിലെ എണീറ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻസിനെ കുറിച്ച് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, അതെൻ്റെ ഉറപ്പാണ്. സോ അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ സബ്മിറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അത് നോക്കി അത് ഞാൻ പറയുന്ന പോലെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മളുടെ ഡേ 1 കഴിഞ്ഞു. ഡേ 1 നമ്മൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. ഡേ 2 സബ്ജക്റ്റ് വേർബ് എന്താണ്, പിന്നെ നമ്മൾ ടെൻസ് എന്താണ് എന്നുള്ള ഒരു ഹൈ ലെവൽ വ്യൂ ഒക്കെ നോക്കി. അത് കഴിഞ്ഞ് സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് കടന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കി എല്ലാ ടെൻസും മനസ്സിലാക്കാൻ സിമ്പിളാണ്. കാരണം ഒരു സെയിം ടെംപ്ലേറ്റിലാണ് നമ്മൾ എല്ലാതും പഠിച്ചു പോണത്. പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. വേറെ ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കുക അങ്ങനത്തെ ഒരു സാധനം ഞാനും റെക്കമെൻഡ് ചെയ്യാറില്ല, ആസ് യു നോ. സോ അത് കഴിഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അങ്ങനെയൊക്കെ നമുക്ക് കവർ ചെയ്തു. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കുന്നത് റുട്ടീൻസ് ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. എന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ സമയമില്ലാതെ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിഞ്ഞ കാര്യങ്ങൾ സമയമില്ലാതെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ സമയം വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഒരാൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ലൈവിൽ. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെൻസ് ആണ്. നമ്മൾ അഗെയിൻ പറയാറുള്ള പോലെ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഏത് ടെൻസ് പഠിക്കുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ്, ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് യൂസ് ചെയ്യുക? അത് സിമ്പിളാണ്. അതായത് ഒരു കാര്യം നമ്മളെ പാസ്റ്റിൽ തുടങ്ങി, ഫോർ എക്സാമ്പിൾ ഒരു 10 മണിക്കൂർ മുന്നേ തുടങ്ങി അല്ലെങ്കിൽ രാവിലെ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ, ഇപ്പം ഈ പ്രസന്റ് പോയിന്റിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഒന്നും മനസ്സിലായില്ലല്ലോ, ഒന്നും കൂടി പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നു, അവൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയാണ്, ഞാൻ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനിപ്പോൾ വന്നപ്പോൾ ആ വെയിറ്റിംഗ് അവിടെ എൻഡ് ചെയ്തു അല്ലേ? അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഈ ഒരു പോയിന്റിൽ ആ കാര്യം എൻഡ് ചെയ്തു. അങ്ങനെയുള്ള കാര്യത്തിനും അതുപോലെ തന്നെ അനദർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ 6 months ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ 6 months ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുക. ഇപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഒന്നും കൂടി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അതായത് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോൾ ഒന്നില്ലെങ്കിൽ എൻഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ള 2 സിനാരിയോയിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ 1 മണിക്കൂറായി ഫോർ എക്സാമ്പിൾ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഞാൻ വർക്കൗട്ട് അവിടെ നിർത്തി അവനായിട്ട് വല്ല ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും സംസാരിച്ച് ആയെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ
അവൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് എൻഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നാം ഒന്നൊന്നും യൂസ് ചെയ്യില്ല, ഇത് നമ്മുടെ ChatGPT മലയാളം. അപ്പം നമ്മൾ 20 മിനിറ്റായി ബസ്സിനായി അതായത് ബസ്സിന് 20 മിനിറ്റായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഏറെ നേരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുറേ നേരമായിട്ട് റണ്ണിങ്ങിലാണ്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് പിടിയിട്ടില്ലേ? ChatGPT മലയാളമാണ്, അത് നിങ്ങളൊന്ന് തർജ്ജമ ചെയ്തെടുക്കുക. സംഭവം നിങ്ങൾക്ക് പിടിയിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ അഗൈൻ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം 20 മിനിറ്റായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടെൻസസ് ഒക്കെ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ സൺഡേ ഞാൻ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈം യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ ടൈം നോക്കുമ്പോൾ 20 മിനിറ്റായി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രാവിലെ തൊട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു സാധനം കൂടി ഇതന്നെയായിരുന്നു ഇന്നലെ നമ്മളെ ലൈവിൽ ഒരാൾ വന്ന് ചോദിച്ച ക്വസ്റ്റ്യനും. അപ്പം ഞാൻ അപ്പം പറഞ്ഞു കൊടുത്തില്ല, കാരണം എല്ലാവരും കൺഫ്യൂസ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പം പറയാഞ്ഞത്. എന്നാൽ ഇപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ 20 മിനിറ്റായി, അല്ലെങ്കിൽ 2 മണിക്കൂറായി, 3 മണിക്കൂറായി, 10 മിനിറ്റായി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫോർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ രാവിലെ മുതൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാവിലെ മുതൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ മുതൽ എന്നുള്ള ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സിൻസ് യൂസ് ചെയ്യണത്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മളെ ടൈം ആണല്ലോ നമ്മുടെ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ ലാസ്റ്റ് വരാം. ആ ലാസ്റ്റത്തെ സമയത്ത് നിങ്ങൾ ഫോർ 3 hours ഷി ഹാസ് ബീൻ സ്റ്റഡിങ്, ഈ സ്ട്രക്ചർ നോക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ പോകുന്നുള്ളൂ. ബട്ട് ലാസ്റ്റ് ഇങ്ങനെ ഷി ഹാസ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours, അതായത് അവൾ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷി ഹാസ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years, അവൾ ഇവിടെ 10 വർഷമായിട്ട് അവൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 വർഷമായിട്ട് അത്ര സമയമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഫോർ യൂസ് ചെയ്യുക. ആൻഡ് ഇനി അവൾ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുതൽ. ഫോർ എക്സാമ്പിൾ, ഷി ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് ദിസ് മോർണിംഗ്, ഈ മോർണിംഗ് തൊട്ടിട്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മോർണിംഗ് മുതൽ, അല്ലെങ്കിൽ ആ മോർണിംഗ് തൊട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സിൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2015. ഓക്കെ. അപ്പോൾ 2015 തൊട്ടിട്ട് മുതൽ, 2015 തൊട്ട് അല്ലെങ്കിൽ 2015 മുതൽ അവരിവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് സിൻസും അത് ഇതുവരെ ആയി എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് അവൾ 2 മണിക്കൂറായി, അങ്ങനെ ആയി എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഫോർ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ആ ടൈമിന് ഇനി യൂസ് ചെയ്യുന്നത്. അതായത് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ടൈമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഫോർ ആൻഡ് സിൻസ്. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നമുക്കപ്പോൾ ഇതെവിടെ യൂസ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? ഒരു കാര്യം പാസ്റ്റിൽ നടന്നു, ഈ ഒരു പറയുന്ന പോയിന്റിൽ അത് എൻഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നൗ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. അതിൻ്റെ സ്ട്രക്ചറും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ ബേസിക് സ്ട്രക്ചർ അറിയാം. സബ്ജക്റ്റ്, ഓക്സിലറി, വെർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇതറിയില്ല എന്നുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ് പോയി വാച്ച് ചെയ്യടാ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ആദ്യം പഠിച്ച ടെൻസ്, അതും നിങ്ങൾക്ക് അറിയാം. അതിൽ സബ്ജക്റ്റിന്റെ സ്ഥലത്ത് സിംഗുലാറും പ്ലൂറലും വരാം. സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഡസ്സും, ഓക്സിലറി ആയിട്ട് ഡസ്സും, പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഓക്സിലറി ആയിട്ട് ഡൂവും, പിന്നെ കോമൺ ആയിട്ട് വേർബ് നമ്മൾ V1ഉം, ഒബ്ജക്റ്റ് ടൈം, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇനി അഗെയിൻ നമ്മൾ ആ സെയിം സാധനം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ബേസിക് സ്ട്രക്ചർ, സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്, ടൈം നമ്മൾ അവിടെ കോപ്പി ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് നൗ നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഓക്സിലറി ആയിട്ട് ഇവിടെ വരാം ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ. ഹാസും ഹാവും ആണ് പ്രൈമറി ഓക്സിലറി, ആൻഡ് ബീൻ എന്ന് പറഞ്ഞാൽ അതിനൊന്ന് സപ്പോർട്ടീവ് ഓക്സിലറി പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സാധനമാണ്. ഇപ്പൊ പ്രൈമറി ഓക്സിലറി ഹാസും ഹാവും ആണ്, ബീൻ എന്ന് പറയുന്നത് സപ്പോർട്ട് ഓക്സിലറി. അപ്പൊ ഇതാണ് ഓക്സിലറിയുടെ സ്ഥലത്ത് വരാം. ഒന്നില്ലെങ്കിൽ ഹാസ് ബീൻ വരും, അല്ലെങ്കിൽ ഹാവ് ബീൻ വരും. അപ്പൊ ഹി ഹാസ് ബീൻ. പിന്നെ നമ്മളെ വേർബിന്റെ സ്ഥലത്ത് വരുന്ന V1 ING ആണ്. കാരണം കണ്ടിന്യൂ ചെയ്യാൻ അവിടെ ഒരു ചാൻസ് ഉണ്ടല്ലോ. കണ്ടിന്യൂ ചെയ്യാൻ ഏത് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും V1 ING ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മുന്നത്തെ ടെൻസ് പോയി നോക്കുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പോയി നോക്കുന്നുണ്ടെങ്കിൽ അവിടെ V1 ING ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെയും അതുപോലെ തന്നെ V1 ING ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലാർ വന്ന ഹാസ് ബീനും, സബ്ജക്റ്റ് പ്ലൂറൽ വന്ന ഹാവ് ബീനും, പിന്നെ V1ന്റെ സ്ഥലത്ത് വേർബിന്റെ സ്ഥലത്ത് V1 ING തന്നെ യൂസ് ചെയ്യുക. ആൻഡ് ഒബ്ജക്റ്റ് ടൈമിന് ഒന്നില്ലെങ്കിൽ ഫോർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അത് എത്ര ടൈം ആയി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോറും, അത് മുതൽ ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട് സിൻസും യൂസ് ചെയ്യാം. അപ്പോൾ ഹി ഹാസ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. അവൻ 2 മണിക്കൂറായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ
we have been playing football since this morning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ തൊട്ടിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ മുന്നത്തെ വീഡിയോസ് പോയിട്ട് വാച്ച് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഓക്സിലറി റൂൾ പറഞ്ഞുതരാം. ഓക്സിലറി റൂൾ എന്ന് പറയുന്നത് സിംഗുലാർ വന്ന ഹാസ് ബീൻ, അതിൽ ഹാസ് ആണ് പ്രൈമറി ഓക്സിലറിയും മറ്റേത് സപ്പോർട്ടീവ് ആണ്. ആൻഡ് അടുത്തതിൽ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഹാവ് ബീൻ യൂസ് ചെയ്യാം. ഹാസ് ബീൻ പ്ലസ് V1 ing, ഹാവ് ബീൻ പ്ലസ് V1 ing. സിംഗുലാർ വന്നാൽ ഹാസ് ബീൻ പ്ലസ് V1 ing, മറ്റേത് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഹാവ് ബീൻ പ്ലസ് V1 ing. സിമ്പിൾ ആണ്, ഇതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഇത് മനസ്സിലാക്കുക, പ്രാക്ടീസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. വെറുതെ ഇത് മെമ്മറൈസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പാസീവ് ലേണിംഗ് മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെ പ്രാക്ടീസ് സോണിൽ വളരെ കുറച്ച് ആൾക്കാരാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണില്ല, നിങ്ങൾക്ക് ഇത് പറയാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രാക്ടീസ് വളരെ കുറവാണ്. നിങ്ങൾ അവിടെ വേറെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഷീറ്റ് ഞാൻ നാളെ ഓപ്പൺ ചെയ്യും. അതെല്ലാ മോർണിംഗും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് കാണണം. അങ്ങനെ 21 ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ 7 ഡേയ്സിന്റെ ഗോൾഡൻ റൂൾ അല്ലെങ്കിൽ 7 ഗോൾഡൻ റൂൾ നിങ്ങൾക്ക് പക്കയായിട്ടുണ്ടാവും. അത് തന്നെയാണ് ഈ ടെൻസസ് എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നൗ അഗൈൻ ഞാൻ പറയാണ്, ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഹാസ് ബീൻ പ്ലസ് V1 ing ഒബ്ജക്റ്റീവ് ടൈം, ആൻഡ് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഹാവ് ബീൻ V1 ing ഒബ്ജക്റ്റീവ് ടൈം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളുടെ സബ്ജക്റ്റ് ഇതാണ്. എന്താണ് ഇതൊക്കെ? എന്താണ്? സിംഗുലാർ സബ്ജക്റ്റ് ആണ്. ഹി, ഷീ, ഇറ്റ്, സാം, എവ്രി വൺ, എവരിബഡി. എവ്രിവണും എവരിബഡിയും, എവ്രിവൺ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരുണ്ട്. പക്ഷെ അതെങ്ങനെ സിംഗുലാർ ആയെന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പോയി വാച്ച് ചെയ്യാം. സോ ഹി ഹാസ്, ഇറ്റ്, സാം, എവ്രി വൺ, എവരിബഡി, ഇതൊക്കെ എന്താണ്? സിംഗുലാർസ് ആണ്, ഒരാളെ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഹാസ് ബീൻ യൂസ് ചെയ്യുക. ആൻഡ് എപ്പോഴും V1 ing ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. V1 ing ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സിംഗുലാർ വന്നു, ഹാസ് ബീൻ യൂസ് ചെയ്തു, V1 ing യൂസ് ചെയ്തു. പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷണൽ ആണ്. ഒബ്ജക്റ്റും ടൈമും ചില സമയത്ത് ഓപ്ഷണൽ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്തു, പിന്നെ ടൈം യൂസ് ചെയ്തു. ടൈമിൻ്റെ അവിടെ നമുക്ക് ഫോറും യൂസ് ചെയ്യാം, സിൻസും യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതെ ഇരിക്കാം. സോ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 2 hours. അവൻ 2 മണിക്കൂറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർക്കിംഗ് ഓൺ സംതിങ് എന്ന് പറയാം. ആ ഒബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, ബട്ട് മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണൽ ആണ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 2 hours എന്ന് പറഞ്ഞാൽ അവൻ 2 മണിക്കൂറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ വർക്കിംഗ് പ്രോപ്പർലി ഫോർ എ വൈൽ. ഇത് കുറച്ച് നേരമായിട്ട്. ഫോർ എ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരമായിട്ട്. സോ ഇറ്റ് ഹാസ് ബീൻ വർക്കിംഗ് പ്രോപ്പർലി ഫോർ എ വൈൽ. ഇത് കുറച്ച് നേരമായിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി ഇപ്പം അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, കാരണം അവിടെ വെച്ചിട്ട് ആ സമയം എൻഡ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ ഒരു നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് കുറച്ച് നേരമായിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാം ഹാസ് ബീൻ ഡൂയിങ് ഹിസ് ഹോംവർക്ക് സിൻസ് ഈവനിങ്. അവന് ഈവനിങ് തൊട്ടിട്ട് അവൻ്റെ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. മേ ബി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. എവ്രി വൺ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. എല്ലാവരും കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ വീട്ടിൽ കുളിക്കാൻ കയറി കഴിയുമ്പോൾ ഇപ്പോൾ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എൻ്റെ മമ്മി വന്നിട്ട് പറയും എവ്രി വൺ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ എന്താ ഇറങ്ങാത്തത്? അപ്പോൾ somebody has been knocking on the door for a few minutes. കുറച്ച് നേരമായിട്ട് അവർ ഡോറിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരോ ഒരാൾ വന്നിട്ട്, somebody എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ അവിടെ ഡോറിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സിംഗുലാറിൻ്റെ കേസ്. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. യു ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്, ഇങ്ങനെ പറയില്ല കേട്ടോ, യു ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് ലാസ്റ്റ് ഇയർ. നീ 2 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പറയില്ലല്ലോ. പകരം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഐ നോ യു ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് ലാസ്റ്റ് ഇയർ. എനിക്കറിയാം നീ 2 വർഷം ലാസ്റ്റ് ഇയർ തൊട്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എനിക്കറിയാം. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എനിക്കറിയാം, അങ്ങനെ പറയാം. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ബസ് സിൻസ് ഫോർ 20 minutes. നമ്മൾ 20 മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബസ് ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ ഒരാൾ വിളിച്ചിട്ട് പറയില്ലേ, ആ സമയത്ത് യൂസ് ചെയ്യാം. ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2025.
അവർ ഇവിടെ ഈ 2025 തൊട്ടിട്ട് താമസിക്കുകയാണ്, ഇപ്പോൾ ഒന്ന് കയറി ഒന്നല്ല എന്നുള്ള മീനിങ്ങിലൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതാണ് സ്ട്രക്ചർ. ഇനി നിങ്ങൾക്ക് സ്ട്രക്ചർ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ല. ആദ്യം മുന്നത്തെ വീഡിയോ പോയി വാച്ച് ചെയ്യുക, പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, ഇത് ഓൾറെഡി ഇതിൻ്റെ ആ ടെംപ്ലേറ്റ് അറിയണവർക്ക് ഇത് ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, മുന്നോട്ട് വാച്ച് ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് മുന്നത്തെ പോയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രക്ചർ. എവിടെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി, എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം മുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു കാര്യം മുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചിട്ട് ഇപ്പം എൻ്റെ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് സിംഗുലർ വന്ന ഹാസ് ബീൻ V1 ING ആൻഡ് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഹാവ് ബീൻ V1 ING. പൂം, അത്രേ ഉള്ളൂ. ആൻഡ് ഇനി നമ്മളെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. ഞാൻ അഗെയിൻ പറഞ്ഞ പോലെ ഹാസ് ബീനിൽ ഇതാണ് നമ്മളെ ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ. ഏതിലേക്ക് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഇതാണ് സ്ട്രക്ചർ. സബ്ജക്റ്റ് ഹാസ് ബീൻ, സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഹാസ് ബീൻ V1 ING, ഒബ്ജക്റ്റ് ടൈം അല്ലേ. അപ്പോൾ ഇതിൽ ഹാസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഓക്സിലറിയും ബീൻ എന്ന് പറയുന്നത്, ഹാസ് എന്ന് പറയുന്നത് പ്രൈമറി ഓക്സിലറിയും ബീൻ എന്ന് പറയുന്നത് സെക്കൻഡറി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ഓക്സിലറി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് വരുന്നത് ഹി ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാവിലെ തൊട്ടിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, രാവിലെ തൊട്ട് അവൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനായിട്ട് ഷീ ഹാസിന്റെ ഓക്കെ. അപ്പോൾ ഹാസ് എന്ന് പറയുന്നതാണ് പ്രൈമറി ഓക്സിലറി. അതാണ് ഓക്സിലറി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. മറ്റേത് വെറും സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഹാസിന്റെ പിന്നിൽ വേണം എന്ത് ആഡ് ചെയ്യാൻ? നോട്ട് ആഡ് ചെയ്യാൻ. ഹി ഹാസ് നോട്ട് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. അവൻ രാവിലെ തൊട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇനി അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ചേർത്ത് എഴുതണമെന്ന് ഹാസിൻറ്റ്. സോ ഹി ഹാസൻ ബീൻ വർക്കിംഗ് സിൻസ് ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വർക്ക് ചെയ്യുന്നില്ല. സെയിം തന്നെയാണ് മീനിങ്, ഇത് രണ്ടും സെയിം ആണ്. ഈ ഹാസിൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ സ്പീക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുക. ഹാസ് നോട്ട് എന്ന് പറയുന്നത് റിട്ടേൺ ലാംഗ്വേജിലൊക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഹാസ് ആണ് നമ്മളെ പ്രൈമറി ഇത് ആ സാധനത്തിന് പിടിച്ചിട്ട് ഓക്സിലറിനെ പിടിച്ചിട്ട് ഫ്രണ്ടിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. സോ ഹാസ് ഹി ബീനെ കുറിച്ച് ഫ്രണ്ടിൽ കിട്ടേണ്ട കാര്യമില്ല, കാരണം അത് സപ്പോർട്ടീവ് ആണെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഓക്സിലറി, മെയിൻ ഓക്സിലറിയാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കളിക്കേണ്ടത്. സോ ഹാസ് ഹി ബീൻ വർക്കിംഗ് ദിസ് മോർണിംഗ് സിൻസ് ദിസ് മോർണിംഗ്. ഹാസ് ഹി ബീൻ വർക്കിംഗ് സിൻസ് ദിസ് മോർണിംഗ്. അവൻ ഈ രാവിലെ തൊട്ടിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ, അവൻ രാവിലെ തൊട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഓക്കെ, അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ആക്ച്വലി നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാസിൻ ഹി ബീൻ, അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, അവൻ രാവിലെ തൊട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് അതങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നാലെണ്ണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതും നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം, കാരണം നമ്മൾ ഇതാണ് സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യാൻ. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് ഇത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, സോ അഗൈൻ നമ്മൾ പ്ലൂറലേക്ക് വരികയാണ്. സെയിം തന്നെ, ഇതിൽ ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ദേ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് ദിസ് മോർണിംഗ്. അതിൽ ഹാവിൻ്റെ ബാക്കിൽ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ദേ ഹാവൻ ബീൻ വർക്കിംഗ് സിൻസ് ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാവിലെ തൊട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഹാവ് ദേ ബീൻ വർക്കിംഗ് സിൻസ് ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാവിലെ തൊട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഒന്നില്ല, ബേസിക്കലി സബ്ജക്റ്റ് പ്ലൂറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാവ് യൂസ് ചെയ്യുക, പിന്നെ ഹാവിൻ്റെ പിന്നിൽ നോട്ട്, അതായത് ഹാവാണ് നമ്മളെ പ്രൈമറി ഓക്സിലറി, അതിൻ്റെ പിന്നിൽ നോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവായി. ആ ഹാവിനെ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആയി. സിമ്പിളാണ്, ഹാവ് ദേ ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ബൂം, കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മളുടെ പ്രാക്ടീസ് ഷീറ്റിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സംഭവം. അത് സെയിം ആണ്. ഇവിടെ വരാം. നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ആക്ടിവിറ്റി എപ്പോഴും സെയിം ആണ്. ഫസ്റ്റ് എന്താണ് നമ്മൾ പറയുന്നത്? മേക്ക് യുവർ ഓൺ പ്രാക്ടീസ് ഷീറ്റ്. ആദ്യം നിങ്ങൾ വരാം, സിംഗുലാർ പിക്ക് ചെയ്യുക. സിംഗുലാറിൽ ഹി ഷീറ്റ് സാം എവ്രി വൺ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ മൊത്തം നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഹി ഹാസ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്, he hasn't been working since this morning, has he been working since this morning, blah 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 blah. ആദ്യം ഹീക്ക് സെറ്റ് ചെയ്യുക, പിന്നെ ഷീക്ക് സെറ്റ് ചെയ്യുക. മലയാളം നോക്കരുത്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാൻ നോക്കരുത്, നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ദെൻ ഇറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യുക, സാം വെച്ചിട്ട്, എവ്രി വൺ വെച്ചിട്ട്, സം വൺ വെച്ചിട്ട്, അങ്ങനെ മൊത്തം സിംഗുലാർ ട്രൈ ചെയ്തതിന് ശേഷം അഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലൂറൽ ഐ വെച്ചിട്ട്, യു വെച്ചിട്ട്, ദേ വെച്ചിട്ട്, വി വെച്ചിട്ട് ഒക്കെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഓരോന്നിനും ഓരോ സബ്ജക്റ്റിനും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ പ്രാക്ടീസ് സോണിൽ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യുക. ആ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? പ്രാക്ടീസ് സോണിൽ വന്നിട്ട് നമ്മളുടെ വോയിസ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇമോഷൻ ഇൻജെക്ട് ചെയ്തിട്ട് ഇത് റീഡ് ചെയ്യുക. He has been working since this morning. He hasn't been working since this morning. Has he been working since this morning? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ആ മീനിങ് മനസ്സിലാക്കിയിട്ട് ആ ഇമോഷനോട് കൂടിയിട്ട് അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സൈക്കോളജിക്കലി നിങ്ങളെ ബ്രെയിനും മൗത്തും കണക്ട് ആവും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മൗത്തിൽ നിന്ന് അത് പുറത്തേക്ക് വരും. സോ സിമ്പിൾ പരിപാടിയാണ്, അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം.